ഡീസൽസ് അക്കാഡമിയുടെ ജർമ്മൻ ഭാഷാ പഠന പദ്ധതിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേഴ്സണൽ പ്രൊനൗൺസ് എന്നുള്ള ഒരു വ്യാകരണമാണ്. വ്യാകരണം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാമറാണ്. പ്രൊനൗൺസ് എന്താണെന്ന് നമുക്ക് അറിയാം. നൗൺസിന് പകരം നിൽക്കുന്ന ഒരു വാക്കിനെയാണ് നമ്മൾ പ്രൊനൗൺസ് എന്ന് പറയുന്നത്. പ്രൊനൗൺസ് റെപ്രസെൻറ്റ് എ നൗൺ. പ്രൊനൗൺസ് ഒരു നൗണിനെ പ്രതിനിധാനം ചെയ്യുന്നു, അതിനു വേണ്ടി നിലകൊള്ളുന്നു. അതാണ് പ്രൊനൗൺസ്. പക്ഷെ പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറയുമ്പോൾ നൗൺസിന് വേണ്ടി നിൽക്കുന്ന വാക്കുകളല്ല. നമ്മൾ പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറയുമ്പോൾ ഞാൻ, നീ, അവൻ എന്നെല്ലാം ഉള്ള വാക്കുകളെയാണ് നമ്മൾ പേഴ്സണൽ പ്രൊനൗൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, 3 വിധമാണ് മുഖ്യമായും ഈ പേഴ്സണൽ പ്രൊനൗൺസ് ഉള്ളത്. ഞാൻ, ഫസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ. നീ, നിങ്ങൾ, സെക്കൻഡ് പേഴ്സൺ. അവൻ, തേർഡ് പേഴ്സൺ. ഇതാണ് മുഖ്യമായിട്ടും 3 പ്രൊനൗൺസ് ഉള്ളത്, പേഴ്സണൽ പ്രൊനൗൺസ് ഉള്ളത്. ഇതിൻ്റെ എല്ലാം ബഹുവചനങ്ങളും ഉണ്ട്. ഞാൻ എന്നുള്ളതിൻ്റെ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ, നീ എന്നുള്ളതിൻ്റെ നിങ്ങൾ, അവൻ എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ അവൾ എന്നുള്ളതിന് അവർ. ഇത്രയുമാണ് ഈ പേഴ്സണൽ പ്രൊനൗൺസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജർമ്മനിൽ ഇഷ് എന്നാണ് ഞാൻ എന്നുള്ളതിന്. അതിൻ്റെ പ്ലൂരലാണ് വിയർ, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ. പിന്നെ ദു, നീ. അതിൻ്റെ പ്ലൂരലാണ് ഇയർ, നിങ്ങൾ. പിന്നെ എയർ, അവൻ. സി, അവൾ. അതിൻ്റെ ബഹുവചനമാണ് സി തന്നെ, അവർ. ഇത്രയുമാണ് പേഴ്സണൽ പ്രൊനൗൺസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പേഴ്സണൽ പ്രൊനൗൺസ് തന്നെ അക്വസാറ്റീവ് കേസിലും ഡാറ്റീവ് കേസിലും വരാം. അത് എന്താണ്, അപ്പോൾ എങ്ങനെയൊക്കെ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾക്ക് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ഇഷ്, ഞാൻ എന്നുള്ള ആ പേഴ്സണൽ പ്രൊനൗന്, അതിൻ്റെ അക്വസാറ്റീവ് കേസാണ് മിഷ്. ഞാൻ എന്നുള്ളത് ഞാൻ. മിഷ് എന്ന് പറയുമ്പോൾ എന്നെ അല്ലെങ്കിൽ എന്നോട്. ഒന്നുകൂടി ഞാൻ പറയാതെ, ഇഷ് എന്നുള്ളത് ഞാൻ. മിഷ് എന്ന് പറയുമ്പോൾ എന്നെ അല്ലെങ്കിൽ എന്നോട്. അതുപോലെ ദു എന്ന് പറയുമ്പോൾ നീ. ദിഷ് എന്ന് പറയുമ്പോൾ നിന്നെ അല്ലെങ്കിൽ നിന്നോട്. എയർ എന്നുള്ളത് അവൻ. ഈൻ എന്ന് പറയുമ്പോൾ അവനെ അല്ലെങ്കിൽ അവനോട്. സിമിലർലി സി, അവൾ, അവളെ അല്ലെങ്കിൽ അവളോട്. എസ്, അത്, അതിനെ അല്ലെങ്കിൽ അതിനോട്. വിയർ, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ, നമ്മളോട് അല്ലെങ്കിൽ നമ്മളെ. ഇയർ, നിങ്ങൾ, നിങ്ങളെ, നിങ്ങളോട്. അക്വസാറ്റീവ് ഉൻസ്, ഓയിഷ്. പിന്നെ സി, നിങ്ങൾ, ഫോർമൽ ആയിട്ടുള്ള നിങ്ങൾ. പിന്നെ നിങ്ങളെ, നിങ്ങളോട്. അതുപോലെ തന്നെ വേറെ പിന്നെയും സി, അവർ അല്ലെങ്കിൽ
സി എന്നുള്ളത് അവർ, അതിൻ്റെ അക്യുസാറ്റീവ് വരുമ്പോൾ അവരോട് അല്ലെങ്കിൽ അവരെ. ഇങ്ങനെയാണ് ഈ പേഴ്സണൽ പ്രൊനൗൺസിൻ്റെ അക്യുസാറ്റീവ് കേസ് വരുന്നത്. ഇതിന് ഒരു ഡയറ്റീവ് കേസും വരും. അത് നമ്മൾക്ക് അടുത്ത വീഡിയോയിലോട്ടോ പിന്നെ ചെയ്യാം. ഇനി നോക്കൂ, ഇഷ് ഹാബ് മോർഗൻ ഫ്രൈ. ഞാൻ നാളെ ഫ്രീ ആണ്. meine Mutter besucht mich morgen. എൻ്റെ അമ്മ എന്നെ നാളെ വിസിറ്റ് ചെയ്യും. ബെസൂഹ് എന്ന് പറഞ്ഞാൽ ടു വിസിറ്റ്. അപ്പോൾ ഇവിടെ ഇഷ് എന്നുള്ള പേഴ്സണൽ പ്രൊനൗണിൻ്റെ അക്യുസാറ്റീവ് കേസായിട്ട് വരുമ്പോഴാണ് ഇഷ് എന്തായിട്ട് വരും? മിഷ് ആയിട്ട് വരും. അതുപോലെ Du bist immer lustig. You are always happy. നീ എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കുന്നു. Ich finde dich fröhlich. ഞാൻ നിന്നെ എപ്പോഴും സന്തോഷവാൻ ആയിട്ട് കാണുന്നു. ദു എന്നുള്ള പേഴ്സണൽ പ്രൊനൗണിൻ്റെ അക്യുസാറ്റീവ് എന്തായിട്ട് തോന്നുന്നു? ദിഷ്. ഇത് കാണാപ്പാഠം പഠിക്കുക മാത്രമേ ഒരു നിവൃത്തിയുള്ളൂ. വീട്ടിലിരുന്നിട്ട് ഇഷ്, മിഷ്, ദു, ദിഷ്, എയർ, ഈൻ, വിയർ, ഉൻസ്, ഇയർ, ഓയിഷ്, സി എന്നുള്ളത് വീണ്ടും 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 ആവർത്തിച്ച് പഠിക്കുക മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ. അടുത്ത സെൻറ്റൻസ്, ഹാഡ് eine സെക്രട്ടറി. അയാൾക്ക് ഒരു സെക്രട്ടറി ഉണ്ട്. സി കോcht für ihn einen Kaffee. അവൾ für ihn, ഫ്യൂർ എന്നുള്ള പ്രൊപ്പോസിഷൻ വന്നു. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഫ്യൂർ എന്നുള്ള പ്രൊപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്നതെല്ലാം എന്താണെങ്കിലും അത് അക്യുസേറ്റീവിലായിരിക്കും. അപ്പോൾ ഫോർ ഹിം, അവന് വേണ്ടി. എയർ എന്നുള്ള പേഴ്സണൽ പ്രൊനൗണിൻ്റെ അക്യുസേറ്റീവായിട്ട് വന്നു എന്ത്? ഈ. അപ്പോൾ അർത്ഥം എങ്ങനെയായി? സി കോcht für ihn einen Kaffee. അവൾ അവന് വേണ്ടി ഒരു കോഫി തയ്യാറാക്കുന്നു. വേറൊരു സെൻറ്റൻസ്, സി ഈസ് ക്രാങ്കൻഷെസ്റ്റ്. അവളൊരു നേഴ്സാണ്. ദി പാഷ്യൻറ്റൻ ഫ്രാഗൻ സി immer etwas. പേഷ്യൻസ് എപ്പോഴും അവളോട്, അവളെ എന്നല്ല അവളോട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. അക്യുസാറ്റീവ് കേസിൽ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അവളെ അല്ലെങ്കിൽ അവളോട്, അവനെ അല്ലെങ്കിൽ അവനോട്, എന്നെ അല്ലെങ്കിൽ എന്നോട്, ഇങ്ങനെ രണ്ട് അർത്ഥമുണ്ട് അക്യുസാറ്റീവ് കേസിന്. അപ്പോൾ ഇഷ് എന്നുള്ളതിൻ്റെ മിഷായിട്ട് വരും, ദു എന്നുള്ളതിൻ്റെ ദിഷ് ആയിട്ട് വരും, എയർ എന്നുള്ളതിൻ്റെ ഈൻ ആയിട്ട് വരും, വിയർ എന്നുള്ളതിൻ്റെ ഉൻസ് ആയിട്ട് വരും. അങ്ങനെ അത് കാണാപ്പാഠം പഠിക്കുക, ആ ആദ്യം കാട്ടിയ ആ ടേബിൾ വെച്ചിട്ട്.